ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് ന്യൂട്ടൺസ് കളർ ഡിസ്ക് കൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വൈദ്യുതകാന്തിക സ്പെക്ട്രം. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാറുണ്ടല്ലോ, അല്ലേ? സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുന്നത് ഗുണകരമാണെങ്കിലും അമിതമായി ശരീരത്തിൽ പതിക്കുന്നത് ഹാനികരമാണെന്ന് കേട്ടിട്ടില്ലേ? ചെറിയ അളവിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് ഗുണകരമാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടാകുമല്ലോ. വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അമിതമായിട്ട് പതിക്കുന്നത് ഹാനികരവുമാണ്. നമുക്ക് നോക്കാം. സൂര്യരശ്മികളിൽ ധവളപ്രകാശത്തെ കൂടാതെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാ വയലറ്റ് വികിരണങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ധവളപ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ലൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇൻഫ്രാറെഡ് വികിരണങ്ങളും അൾട്രാ വയലറ്റ് വികിരണങ്ങളും അടങ്ങിയിട്ടുണ്ട് സൂര്യപ്രകാശത്തിൽ. ഈ ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് പ്രധാനമായിട്ടും ചൂടിന് കാരണമാകുന്നത്. ഓക്കെ, ഈ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ നമുക്ക് നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. നിങ്ങളുടെ TV റിമോട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്നത് ഇൻഫ്രാറെഡ് വികിരണമാണ്. പക്ഷേ ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് കാണാനും കഴിയും. എങ്ങനെ? ഒരു റിമോട്ടിന് മുന്നിലുള്ള ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, റിമോട്ടിലെ സ്വിച്ച് ഞെക്കുമ്പോൾ അതിന് മുന്നിൽ ഒരു മൊബൈൽ ക്യാമറ വെച്ച് അതിലെ കൂടി ആ ലൈറ്റ് അത് നിരീക്ഷിക്കണം. അപ്പോൾ അത് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണും. അതേസമയം നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ അത് കാണാനും കഴിയില്ല. സൂര്യരശ്മികളിലെ താപത്തിന് കാരണം പ്രധാനമായും ഇൻഫ്രാറെഡ് വികിരണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നോക്കുക, ഈ ഇൻഫ്രാറെഡ് വികിരണങ്ങളും അൾട്രാ വയലറ്റ് വികിരണങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി, ആ പേര് മനസ്സിലാക്കാൻ വേണ്ടി ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതാണല്ലോ നമ്മുടെ ആ ഒരു ധവളപ്രകാശത്തിലെ ഘടകങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ചിത്രം. ഓക്കെ, അതായത് ദൃശ്യപ്രകാശം ഇതാണല്ലോ. അതിലെന്താണ് വിബ്ജിയോർ, വയലറ്റ് മുതൽ റെഡ് വരെ ഉണ്ട്, അല്ലേ? കളേഴ്സ് നമുക്കറിയാം, അത് വിബ്ജിയോർ. ഇതിൻ്റെയൊക്കെ മിക്സ് ആയിട്ടാണ് സൂര്യപ്രകാശം വരുന്നത്. അതിനാൽ അത് ധവളപ്രകാശമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ ഈ വയലറ്റിന് താഴോട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റെഡിന് മുകളിലോട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തരംഗദൈർഘ്യം പഠിച്ചിട്ടുണ്ടല്ലേ? ഈ വയലറ്റിന് തരംഗദൈർഘ്യം കുറവാണെന്നറിയാം, റെഡിനാണ് കൂടുതലാണെന്ന് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റെഡിനേക്കാൾ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളെ പറയുന്നു ഇൻഫ്രാറെഡ്. കുറച്ച് ഭാഗമുള്ള തരംഗങ്ങളെ പറയുന്നു ഇൻഫ്രാറെഡ്. കുറേയധികം തരംഗദൈർഘ്യം കൂടിയവയാണ് റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നിലുള്ളതാണ് ഇൻഫ്രാറെഡ്, റെഡിന് തൊട്ട് ശേഷമുള്ള ആ ഒരു തരംഗദൈർഘ്യമുള്ള ഭാഗം. പിന്നെയോ ഈ വയലറ്റിനേക്കാളും കുറവ് തരംഗദൈർഘ്യമുള്ള ഒരു വിഭാഗം തരംഗങ്ങളെയാണ് പറയുന്നത് അൾട്രാ വയലറ്റ് എന്ന്. ഓക്കെ, അതായത് EV കണ്ടോ, അൾട്രാ വയലറ്റ്, റെഡ്, ഇൻഫ്രാറെഡ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ധവളപ്രകാശത്തെ കൂടാതെ ഇൻഫ്രാറെഡ് വികിരണങ്ങളും അൾട്രാ വയലറ്റ് വികിരണങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പണ്ടൊരു ചിത്രത്തിൽ ഒരു പരീക്ഷണം, എന്താണ്, ലെൻസ് ഉപയോഗിച്ച് കടലാസ് കത്തിക്കുന്ന ഒരു പരീക്ഷണം കണ്ടിട്ടുണ്ട്, അല്ലേ? ഇവിടെ കടലാസ് കത്താൻ കാരണം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങളാണ് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ധവളപ്രകാശം നമുക്ക് എന്താണ്, കാഴ്ച സാധ്യമാക്കുന്ന ധവളപ്രകാശം കാരണമാണ്. ഇനി ഇൻഫ്രാറെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇൻഫ്രാറെഡ് വികിരണം ചൂടിന് കാരണമാകുന്ന ഒരു വികിരണമാണ്. അൾട്രാ വയലറ്റ് പറയുകയാണെങ്കിലോ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങളാണ് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ. പക്ഷെ കൂടിയ അളവിൽ അൾട്രാ വയലറ്റ് വികിരണം ഏൽക്കുന്നത് നല്ലതുമല്ല. ഇനി നോക്കുക, സൗരവികിരണങ്ങൾ, അതായത് സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ ശൂന്യതയിലൂടെയും പിന്നെ വായുവിലൂടെയും ശരാശരി 15 കോടി കിലോമീറ്റർ, അല്ലെ 15 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. ഇവ വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയെ അപേക്ഷിച്ച് വളരെ കുറവാണ്, അല്ലേ? വായു ഉള്ളത് എവിടെയാണ്? ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വായു ഉണ്ട് കുറച്ച് ഭാഗത്ത്. സൂര്യനിൽ നിന്ന് വരുന്നു, അല്ലേ? ഇവിടെ സൂര്യൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വികിരണങ്ങൾ വരുന്നു. അപ്പോൾ ഇവിടെ ഇത്ര ഭാഗത്താണ് ഏകദേശം വായു ഉള്ളത്. അപ്പൊ അതിനേക്കാൾ ദൂരം ഇപ്പൊ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ദൃശ്യപ്രകാശം നമുക്കറിയാം. ദൃശ്യപ്രകാശം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അതായത് ദൃശ്യപ്രകാശത്തിൽ റെഡിനേക്കാളും കുറച്ചുകൂടി തരംഗദൈർഘ്യമുള്ള വികിരണങ്ങൾ, പിന്നെ അൾട്രാ വയലറ്റ്, അതായത് വയലറ്റിനേക്കാൾ കുറച്ചുകൂടി തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല, അല്ലേ?
നമുക്കറിയാം കുറേ ദൂരം ശൂന്യതയിലൂടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമം അവയ്ക്ക് ആവശ്യമില്ല. ഇവ ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് അത്രയും ദൂരമാണ്, 3 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ഈ വികിരണങ്ങൾ. കിലോമീറ്റർ എന്ന യൂണിറ്റ് പറയുമ്പോഴാണ് 3 ലക്ഷം. നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ പറയുമ്പോൾ 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 3 കഴിഞ്ഞ് 8 പൂജ്യം എഴുതിയാൽ അത്രയും വലിയ സംഖ്യ, അത്രയും മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കുന്നു. മറയത് 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ് ദൂരം വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇത്തരത്തിലുള്ള വികിരണങ്ങളാണ് വൈദ്യുത കാന്തിക വികിരണങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായി. ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഇവ ശൂന്യതയിൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ ഇവ 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. അതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. ഇത്തരത്തിലുള്ള വികിരണങ്ങളാണ് വൈദ്യുത കാന്തിക വികിരണങ്ങൾ. ഇനി എന്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണത്തെ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നു. ആ ഒരു ക്രമത്തിൽ തന്നെ പറയുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, പിന്നെ അൾട്രാവയലറ്റ് എന്നിവയെക്കുറിച്ച് മാത്രമാണ് അല്ലേ. ഇൻഫ്രാറെഡ്, ധവളപ്രകാശം, അൾട്രാവയലറ്റ് തുടങ്ങിയവയെക്കുറിച്ചാണ്. ഇവ മാത്രമല്ല, ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ വേറെയും കുറേയധികം വിഭാഗങ്ങളുണ്ട്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ അടങ്ങിയ തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഇവയെ തരംഗദൈർഘ്യത്തിന് ആരോഹണ ക്രമത്തിൽ, ആരോഹണം എന്ന് വെച്ചാൽ കൂടിക്കൂടി വരുന്ന ആ ഒരു ക്രമം, തരംഗദൈർഘ്യം കൂടി വരുന്ന ക്രമം, അതായത് ആരോഹണ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇടതുവശത്ത് തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത്, വലതുവശത്ത് ഏറ്റവും കൂടിയത്, അപ്പം അങ്ങനെ കൂടി വരുന്ന ക്രമത്തിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. നോക്കുക, നടുവിൽ കണ്ടോ കുറച്ചൊരു ഭാഗമാണ് ദൃശ്യപ്രകാശമായിട്ടുള്ളത്. കണ്ടോ ഇത്ര ഭാഗം. ഇതിന് താഴേക്ക് നിങ്ങൾക്ക് 3 പഠിക്കാനുണ്ട്, മുകളിലേക്ക് 2 പഠിക്കാനുണ്ട് അല്ലേ. നമുക്കറിയാം ഈ ദൃശ്യപ്രകാശത്തെ വിബ്ജിയോർ എന്ന രീതിയിലാണ്, കണ്ടോ ഇത് ഇവിടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്, വിബ്ജിയോർ എന്ന രീതിയിലാണ് പറയാറ്. അതൊക്കെയാണ് അതിലെ ഘടകവർണ്ണങ്ങൾ. കണ്ടോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടുവിൽ ദൃശ്യപ്രകാശം എഴുതാം. വയലറ്റിന് ഇടതുവശത്തായിട്ട് നമുക്ക് അൾട്രാ വയലറ്റ് എഴുതാനുണ്ട് അല്ലേ, ഇതാ കണ്ടോ. പിന്നെ റെഡിന് വലതുവശത്തായിട്ട് ഇൻഫ്രാറെഡ് എഴുതാനുണ്ട്. ഇത്ര ഓക്കെ അല്ലേ. ഇനി ഇൻഫ്രാറെഡ് കഴിഞ്ഞിട്ടൊന്നുണ്ട്, അതാണ് റേഡിയോ തരംഗങ്ങൾ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അൾട്രാവയലറ്റിന് ഇടതുവശത്തായിട്ട് എക്സ് വികിരണമുണ്ട്, അതിനും ഇടതുവശത്തായിട്ട് ഗാമ വികിരണമുണ്ട്. ഓക്കെ, ഈ ക്രമം മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗാമ, എക്സ്, യു വി, പിന്നെ ദൃശ്യപ്രകാശം, പിന്നെയോ ഇൻഫ്രാറെഡ് അതായത് IR, പിന്നെ റേഡിയോ തരംഗങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ തരംഗ ദൈർഘ്യം കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ചെറിയ ഭാഗമാണല്ലോ ദൃശ്യപ്രകാശം വരുന്നത്, അത് നോക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വരച്ച രീതിയിലാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ഏകദേശം ഒരു 400 നാനോമീറ്റർ മുതൽ ഒരു 700 നാനോമീറ്റർ വരെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ഏകദേശം ഒരു 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇതാണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്. അതേപോലെ നമുക്ക് മറ്റുള്ളതിൻ്റെയും ജസ്റ്റ് നോക്കാം. ഗാമ വികിരണത്തിൻ്റെത് ഏകദേശം 1 ഗുണിക്കണം 10 ഘാതം -14 മീറ്റർ മുതൽ 1 ഗുണിക്കണം 10 ഘാതം -12 മീറ്റർ വരെയാണ്. ഈ 1 ഗുണിക്കണം 10 ഘാതം -14 മീറ്റർ എന്ന് വെച്ചാൽ അത് 0 പിന്നെ ഒരു 13 പൂജ്യം എഴുതിയിട്ട് അവസാനം 1 എഴുതിയാൽ എത്രയാണോ അതാണ് ഈ 1 ഗുണിക്കണം 10 ഘാതം -14 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും മീറ്റർ. കണ്ടോ എത്ര ചെറിയ വാല്യൂ ആണല്ലേ. ഗാമ വികിരണത്തിനൊക്കെ തരംഗദൈർഘ്യം വളരെ കുറവാണ്. ഇനി റേഡിയോ തരംഗത്തിനൊക്കെ നോക്കൂ. കണ്ടോ 1 ഗുണിക്കണം 10 ഘാതം -2 മീറ്റർ, 1 ഗുണിക്കണം 10 ഘാതം 2 മീറ്റർ, അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ അവയുടെ തരംഗദൈർഘ്യം. ഇതിനെ അപേക്ഷിച്ച് വലിയ ഒരു വാല്യൂ ആണ്. നോക്കൂ, 1 ഗുണിക്കണം 10 ഘാതം 4 മീറ്റർ എന്ന് വെച്ചാൽ അത് 1 എഴുതിയിട്ട് 4 പൂജ്യം എഴുതുന്ന സംഖ്യ, അതായത് 10,000 മീറ്റർ ഒക്കെയാണ് അതിൻ്റെ തരംഗ ദൈർഘ്യം വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തരംഗ ദൈർഘ്യം കൂടി വരുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് അല്ലേ. പക്ഷേ ഊർജം കൂടി വരുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അതായത് തരംഗദൈർഘ്യം കുറഞ്ഞ ഗാമാ വികിരണത്തിനൊക്കെ ഊർജം വളരെ കൂടുതലാണ്. എന്നാൽ തരംഗദൈർഘ്യം കൂടിയ റേഡിയോ തരംഗങ്ങൾക്കൊക്കെ താഴ്ന്ന ഊർജമാണ് ഉള്ളത്.
ഓക്കെ, നിങ്ങൾ ഈ ആരോഹണ ക്രമം കൃത്യമായിട്ട് പഠിക്കണം. ഗാമ, എക്സ്, അൾട്രാവയലറ്റ്, പിന്നെ ദൃശ്യപ്രകാശം, പിന്നെ IR, റേഡിയോ തരംഗങ്ങൾ എന്നിവ. ഇനി നോക്കുക, ദൃശ്യപ്രകാശ സ്പെക്ട്രത്തിലെ എല്ലാ വർണ്ണങ്ങളും കൂടിച്ചേർന്നാൽ മാത്രമാണോ ധവളപ്രകാശം ലഭിക്കുക? എല്ലാ വർണ്ണങ്ങളും കൂടിച്ചേർന്നാൽ ലഭിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോൾ മാത്രമാണോ ലഭിക്കുക എന്നതാണ്. അല്ല എന്ന് നമുക്ക് താഴെ കാണാം. ഓക്കെ, പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും എന്ന ടോപ്പിക്കാണ്. വൃത്താകൃതിയിലുള്ള ഒരു തകിടിൽ, കണ്ടോ, ഇതുപോലുള്ളൊരു തകിടിൽ 120 ഡിഗ്രി കോണുകളിൽ ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശവർണ്ണങ്ങൾ പുറപ്പെടുവിക്കുന്ന LED-കൾ ക്രമീകരിക്കൂ. RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇതുപോലെ ക്രമീകരിക്കൂ. LED-കളിൽ നിന്നുള്ള പ്രകാശം ഒരു PVC പൈപ്പിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിക്കുക. ഇങ്ങനെ പതിപ്പിക്കുക. ചുവപ്പ്, പച്ച, നീല വർണ്ണങ്ങൾ പരസ്പരം അതിവ്യാപനം ചെയ്യത്തക്ക വിധത്തിൽ PVC പൈപ്പ് ക്രമീകരിക്കൂ. ഇത് ക്രമീകരിച്ചിട്ട് ഈ 3 പ്രകാശം ഉണ്ടല്ലോ പരസ്പരം അതിവ്യാപനം ചെയ്യുന്ന രീതിയിൽ, അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പതിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ത് നിരീക്ഷിക്കുന്നു? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നോക്കുക, ഈ ചുവപ്പ്, പിന്നെ പച്ച, നീല എന്നീ വർണ്ണങ്ങൾ പൂർണ്ണമായും ഒരേപോലെ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് ധവളപ്രകാശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ നടുവിൽ വൈറ്റ് കാണുന്നത് കണ്ടോ? ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് ഇവിടെ എഴുതാനുണ്ട്. കണ്ടോ, ചുവപ്പ്, പച്ച, നീല ഇവ മൂന്നും അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ധവളപ്രകാശമാണ് ലഭിക്കുന്നത്. ഇനി കണ്ടോ, ഇതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കുക, മഞ്ഞ കിട്ടിയിട്ടുണ്ടോ? ഇവിടെ കണ്ടോ, ചുവപ്പ്, ഇവിടെ ചുവപ്പ്, പിന്നെ പച്ച. ഈ 2 നിറങ്ങൾ മാത്രമല്ലേ ഇവിടെ അതിവ്യാപനം ചെയ്യുന്നുള്ളൂ. നീല കണ്ടോ, നീല ഈ ഒരു രീതിയിൽ ഇതിലെ കൂടെയാണ് വരുന്നത്. അപ്പം ഇവിടെ അതൊക്കെയാണ് ചുവപ്പ്, പച്ച. ഇത് രണ്ടും കൂടിച്ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ്? മഞ്ഞ. അതേപോലെ തന്നെയാണ് മറ്റുള്ളവയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, കണ്ടോ, RGB. ഓക്കെ, ഇതുപോലുള്ള ചിത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുക. ഈ ഒരു ചിത്രം റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഇവിടെ കണ്ടോ, റെഡും ഗ്രീനും കൂടിയാൽ മഞ്ഞ, ഗ്രീനും ബ്ലൂവും കൂടി ചേർന്ന സ്ഥലത്ത് സയൻ, പിന്നെ ബ്ലൂവും റെഡും കൂടി ചേർന്ന ഈ ഒരു ഭാഗത്ത് മജന്ത, റെഡും ഗ്രീനും ബ്ലൂവും മൂന്നും കൂടി ചേരുന്ന സ്ഥലത്ത് ധവളം. ഓക്കെ, RGB, പിന്നെ ഇത് മഞ്ഞ, മ, സ, മ. ഓക്കെ, RGB, മ, സ, മ. എന്താണ് ധവളം? തൽക്കാലം നമുക്ക് അറിയാമല്ലോ. ഇങ്ങനെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. ഇത് ശ്രദ്ധിക്കുക, RGB, മ, സ, മ, മഞ്ഞ, സയൻ, മജന്ത, മ, സ, മ. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ ചിത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുക. നടുവിൽ എന്താണ്? ധവളം, വെളുത്ത നിറം. ഓക്കെ, ഇനി അത് തന്നെയാണ് ഇവിടെ പട്ടികയിൽ പൂരിപ്പിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. നിങ്ങൾക്ക് ഈ സയൻ എന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആകാശനീല എന്നെങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, സയൻ എന്താണ് ശരി ഉത്തരം. പക്ഷേ നിങ്ങൾ ഒന്നും എഴുതാതെ നിൽക്കരുത്. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഓർമ്മയിൽ കിട്ടുന്നത് അത് എഴുതി വയ്ക്കുക. ഇനി നോക്കുക, ഒരേ തീവ്രതയിലുള്ള ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ ചേരുന്ന ഭാഗത്ത് ധവളപ്രകാശവും, പറഞ്ഞ കാര്യം തന്നെയാണ്. ചുവപ്പും പച്ചയും ചേരുന്ന ഭാഗത്ത് മഞ്ഞപ്രകാശവും, പച്ചയും നീലയും ചേരുന്ന ഭാഗത്ത് സയനും, ചുവപ്പും നീലയും ചേരുന്ന ഭാഗത്ത് മജന്തയും ലഭിക്കുന്നതായി കാണാമല്ലോ ഈ ഒരു ചിത്രം. ഓക്കെ, ചുവപ്പ്, പച്ച, നീല, RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റെല്ലാ വർണ്ണപ്രകാശവും ഉണ്ടാക്കാം. അതിനാൽ ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണപ്രകാശങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണം. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണപ്രകാശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന അതിനെയാണ് പറയുന്നത് ദ്വിതീയ വർണ്ണം എന്ന്. ഇവിടെ നോക്കുക, റെഡും ഗ്രീനും മാത്രം കൂടിച്ചേർന്നിട്ടല്ലേ ഇവിടെ മഞ്ഞ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഇവിടെ മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്. സയനോ, ഗ്രീനും ബ്ലൂവും മാത്രം കൂടിച്ചേരുമ്പോഴാണല്ലോ ഇവിടെ സയൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സയനും ഒരു ദ്വിതീയ വർണ്ണമാണ്. ഓക്കെ, അതേപോലെ മജന്തയും വരുന്നു. ഇനി നോക്കുക, ചിത്രത്തിൽ നിന്ന് ദ്വിതീയ വർണ്ണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഓക്കെ, ചിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. എന്തൊക്കെയാണ്? മഞ്ഞ, സയൻ, മജന്ത, മ, സ, മ. ഓക്കെ,
മഞ്ഞ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ? റെഡും ഗ്രീനുമാണ്. ചിത്രത്തിൽ നോക്കാം അല്ലെ, മഞ്ഞ ഇതാണ്, റെഡും ഗ്രീനും ചേരുമ്പോഴാണ് മഞ്ഞ ഉണ്ടാകുന്നത്. മഞ്ഞ പ്രകാശത്തിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം ഏത്? ഇതിലില്ലാത്ത ഏതാണ്? കണ്ടോ, മഞ്ഞയിൽ ഇല്ലാത്തത് ബ്ലൂ ആണ്. കണ്ടോ, ബ്ലൂ അടുത്തേക്ക് വരുന്നില്ല. ബ്ലൂ ഈ ഒരു ഇതാണ് ഇവിടെ സർക്കിൾ ഇല്ല അല്ലെ ലൈറ്റിന്റെ, അതായത് മഞ്ഞയിൽ ബ്ലൂ ഇല്ല, അതുകൊണ്ട് ബ്ലൂ, നീല. മഞ്ഞ പ്രകാശത്തോട് മഞ്ഞയിൽ ഇല്ലാത്ത ഈ പ്രാഥമിക വർണ്ണം ചേർത്താൽ ഏത് വർണ്ണം ലഭിക്കും? വൈറ്റ്, ധവള പ്രകാശം ലഭിക്കും അല്ലെ. നോക്കിക്കോ, ഇതാണ് മഞ്ഞ അല്ലെ, ഇത്ര ഭാഗം മഞ്ഞ. ഓക്കെ, ഇനി ഈ നീലപ്രകാശം ഇവിടെ ഇല്ലേ ഇല്ല വിചാരിച്ചു, റെഡും ഗ്രീനും മാത്രമാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ റെഡ് ഇങ്ങനെയുണ്ട്, ഗ്രീൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേർന്ന് ഈ ഒരു ഭാഗത്ത് ഏത് നിറം കിട്ടും? മഞ്ഞ കിട്ടും അല്ലേ. ഇതില്ലെങ്കിൽ ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഈ മഞ്ഞയുടെ ഒന്നിച്ച് മുകളിലായിട്ട് നീല ലൈറ്റും കൂടി ഇങ്ങനെ പതിപ്പിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് എന്ത് കിട്ടും? വെളുപ്പ് കിട്ടും അല്ലേ, ധവളപ്രകാശം ലഭിക്കും. അതായത് മഞ്ഞ പ്രകാശത്തോട് മഞ്ഞയിൽ ഇല്ലാത്ത ഈ പ്രാഥമിക വർണ്ണം ചേർത്താൽ, അതായത് നീല, മഞ്ഞയിലില്ലാത്ത നീല എന്ന ഈ പ്രാഥമിക വർണ്ണം ചേർത്താൽ ഏത് വർണ്ണം ലഭിക്കും? വൈറ്റ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കും, ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രകാശവർണ്ണങ്ങളിൽ ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. എന്നാൽ ചായങ്ങളിൽ, അതായത് നമ്മൾ പെയിന്റിംഗ് ചെയ്യുന്ന സമയത്ത് സയൻ, മജന്ത, മഞ്ഞ എന്നിവയാണ് പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത്. അതായത് ഈ ഒരു പരീക്ഷണം പ്രകാശം ഇതുപോലെ പതിപ്പിച്ച് നോക്കുന്നതിന് പകരം നിങ്ങൾ പെയിന്റ് കൊണ്ട് ചെയ്തു നോക്കുകയാണെങ്കിൽ, കളർ അടിച്ചിട്ട് ഇങ്ങനെ വെള്ള കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾക്കൊരു ഇരുണ്ട നിറമായിരിക്കും ലഭിക്കുന്നത്. ഇത് പ്രകാശത്തിന്റെ കാര്യമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ, പെയിന്റിങ്ങിൽ, അതായത് ചായങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. പ്രകാശത്തിൽ RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണെങ്കിൽ ചായങ്ങളിൽ സയൻ, മഞ്ഞ, മജന്ത എന്നിവയാണ് പ്രാഥമിക ചായങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക. ഒരു ദ്വിതീയ വർണ്ണത്തോട് അതിൽ അടങ്ങിയിട്ടില്ലാത്ത പ്രാഥമിക വർണ്ണം ചേർത്താൽ ധവളപ്രകാശം ലഭിക്കുമല്ലോ അല്ലെ. ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം ലഭിക്കുന്നു. അതിൽ അടങ്ങിയിട്ടില്ലാത്ത മറ്റൊരു പ്രാഥമിക വർണ്ണം അതിനോട് കൂട്ടിച്ചേർത്താൽ നമുക്ക് ധവളപ്രകാശം ലഭിക്കുന്നു. ഇനി നോക്കുക, പൂരക വർണ്ണങ്ങൾ എന്ന ടോപ്പിക്. ഒരു ദ്വിതീയ വർണ്ണത്തോടു കൂടി ഏതു വർണ്ണം ചേരുമ്പോഴാണോ ധവളപ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളെയാണ് പൂരക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പൂരകവർണ്ണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ദ്വിതീയ വർണ്ണമായിരിക്കും, മറ്റൊരു വർണ്ണം എന്ന് പറയുന്നത് ഒരു പ്രാഥമിക വർണ്ണമായിരിക്കും. ഈ ഒരു ഉദാഹരണ പട്ടികയിൽ നോക്കുക. ഇവിടെ പൂരകവർണ്ണങ്ങളിൽ ഒന്ന് ഒരു ദ്വിതീയ വർണ്ണവും മറ്റൊന്ന് ഒരു പ്രാഥമിക വർണ്ണവും ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്കുക, ഈ മഞ്ഞ എന്ന നിറത്തോട്, മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണല്ലോ, മഞ്ഞ എന്ന നിറത്തോട് ഈ നീല, കണ്ടോ, ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ബ്ലൂ ആണല്ലോ, ഈ ബ്ലൂ കൂടിച്ചേരുമ്പോഴാണല്ലോ ഇവിടെ ധവളപ്രകാശം ലഭിക്കുന്നത്. അതിനാൽ ഈ ദ്വിതീയ വർണ്ണമായ മഞ്ഞയും പ്രാഥമിക വർണ്ണമായ നീലയും പൂരക വർണ്ണങ്ങളാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഞ്ഞയും നീലയും പൂരക വർണ്ണങ്ങളാണ്. കാരണം അപ്പോഴാണ് നമുക്ക് ധവളപ്രകാശം ലഭിക്കുന്നത്. ഈ മഞ്ഞയിലെ ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയുമാണ് അല്ലേ. ചുവപ്പും പച്ചയും കൂടിയ സ്ഥലത്തല്ലേ നമുക്ക്, ചുവപ്പും പച്ചയും കൂടിയ സ്ഥലത്താണല്ലോ മഞ്ഞ കിട്ടിയിരിക്കുന്നത്. മഞ്ഞ, നീല. മറ്റൊരു ഉദാഹരണം പറയാലോ. സയൻ ഒരു ദ്വിതീയ വർണ്ണമാണ്. ഇതിനോട് ഏത് വർണ്ണം കൂടിച്ചേരുമ്പോഴാണ് ധവളപ്രകാശം ലഭിക്കുന്നത്? സയൻ, കണ്ടോ, ഇത് റെഡ്. അതിനാൽ സയനും ചുവപ്പും പൂരകവർണ്ണങ്ങളാണ്. ഓക്കെ, അതും താഴെ കൊടുത്തിട്ടുണ്ട് പട്ടികയിൽ. ഇനി മജന്ത നോക്കുക. മജന്തയോട് ഒന്നിച്ച് ഇവിടെയുള്ള ഗ്രീൻ, അതിന് ഓപ്പോസിറ്റുള്ള ഈ ഗ്രീൻ കൂടിച്ചേരുമ്പോഴാണല്ലോ ധവളപ്രകാശം ലഭിക്കുന്നത്. അതിനാൽ മജന്തയും പച്ചയും പൂരകവർണ്ണങ്ങളാണ്. ഓക്കെ, ഈ ഒരു ചിത്രം നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ വരച്ചു നോക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഓർമ്മിക്കണം. RGB, മഞ്ഞ, സയൻ, മജന്ത. ഓക്കെ, മാറിപ്പോകരുത്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതുപോലുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഇനി നോക്കുക, ഒരു വൃത്തതകിടിന്റെ പകുതി ഭാഗത്ത്, ഒരു വൃത്തതകിട് അതിന്റെ പകുതി ഭാഗത്ത് ക്രയോൺ ഉപയോഗിച്ച് ഇളം മഞ്ഞ നിറവും, ഇവിടെ ഇളം മഞ്ഞ നിറവും മറുപകുതിയിൽ ഇളം നീല നിറവും നൽകൂ. ഈ വൃത്തതകിടിനെ അതിവേഗം കറക്കി നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? വൃത്തതകിട് വെളുത്ത നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പകുതിയിൽ ഇളം മഞ്ഞ നിറവും
മറുപകുതിയിൽ ഇളം നീല നിറവും കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മഞ്ഞയുടെ പൂരകവർണ്ണമാണല്ലോ നീല. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ ശക്തിയിൽ കറക്കുമ്പോൾ മഞ്ഞയും നീലയും കൂടി ചേർന്ന് എന്ത് കിട്ടും? ധവളപ്രകാശം ലഭിക്കും അല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ തകിട് നമുക്ക് വെളുത്ത നിറത്തിൽ കാണാൻ കഴിയും. ഇതിന് പിന്നെ ഒരു പ്രതിഭാസമുണ്ട്, അതാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. സ്പീഡിൽ കറങ്ങുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വെള്ളയായിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുള്ള കാരണം വീക്ഷണ സ്ഥിരത എന്നൊരു കാര്യമാണ്. ഓക്കെ, ഇത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. എന്താണ് വീക്ഷണ സ്ഥിരത എന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കാണാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? ഒരു അഗ്നിവലയമാണ് കാണുന്നത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും? ചന്ദനത്തിരി ഒരേ സമയം ഇവിടെ എല്ലായിടത്തും ഇല്ലല്ലോ. ഒരു സമയം ഏതോ ഒരു സ്ഥലത്ത് മാത്രമല്ലേ ആ ഒരു ചന്ദനത്തിരിയുടെ കത്തുന്ന ഭാഗമുള്ളൂ. എന്നാലും നമുക്ക് നോക്കുമ്പോൾ ഒരു അഗ്നിവലയം ഇവിടെയൊക്കെ ഇങ്ങനെ പ്രകാശമുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലേ? എന്തായിരിക്കും കാരണം? കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന പ്രത്യേകത മൂലമാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് വീക്ഷണ സ്ഥിരത? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും അല്ലേ? എന്താണ് വീക്ഷണ സ്ഥിരത? ഇമ്പോർട്ടൻ്റ് ആണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും, നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ആ ഒരു ദൃശ്യാനുഭവം ഉണ്ടല്ലോ, അത് ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക്, അതായത് 16ൽ 1 സെക്കൻഡ് സമയത്തേക്ക്, ഒരു സെക്കൻഡിന്റെ 16ൽ 1 ഭാഗം അത്രയും സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഓക്കെ, ആ ഒരു സെക്കൻഡ് കടന്നത് നമുക്കറിയാം അല്ലേ? ക്ലോക്കിൽ ആ ഒരു സെക്കൻഡ് സ്വിച്ച് പോകുന്ന സ്പീഡ് നമുക്കറിയാലോ, 1, 2, 3. അതാണല്ലോ ഒരു സെക്കൻഡ് സ്പീഡ് സമയം എന്ന് പറയുന്നത്. ആ ഒരു സെക്കൻഡിന്റെ 16ൽ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു കാഴ്ചാനുഭവം നമ്മളിൽ തങ്ങി നിൽക്കുന്നത്. ഇതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഈ 16ൽ 1 സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഒന്നിച്ച് കാണുന്നതായിട്ട് തോന്നും അല്ലേ? ആ ഒരു കാര്യം താഴെ പറഞ്ഞിട്ടുണ്ട്. വീക്ഷണ സ്ഥിരതയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ന്യൂട്ടൺസ് കളർ ഡിസ്ക് നോക്കാം. സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ സംയോജിക്കുമ്പോൾ ധവളപ്രകാശം ലഭിക്കുന്നു എന്ന് പരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണ് 7 വർണ്ണങ്ങൾ സംയോജിക്കുമ്പോൾ ധവളപ്രകാശം ലഭിക്കും എന്ന്. ഈ സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അനുപാതത്തിലും പെയിന്റ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്കിനെയാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്? സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ വിബ്ജിയോർ അല്ലേ, നോക്കിക്കോളൂ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ ഈ ഘടകവർണ്ണങ്ങൾ അതേ ക്രമത്തിലും അനുപാതത്തിലും പെയിന്റ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്കിനെയാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ കറക്കുമ്പോൾ എന്ത് നിരീക്ഷിക്കാൻ കഴിയുന്നു? ഇത് വെളുത്ത നിറത്തിൽ നമുക്ക് കാണും. ഓക്കെ, അതിനൊരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, വെളുത്ത നിറത്തിൽ കാണുന്നു കറക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിറത്തിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ നിന്ന് മായുന്നതിന് മുൻപായിട്ട്, ഈ ഒരു ഭാഗം, ഈ യെല്ലോയിൽ നിന്നുള്ള ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് എത്തി, നമ്മളിവിടെ യെല്ലോ കണ്ടു, ഈ ഒരു ദൃശ്യാനുഭവം മായുന്നതിന് മുന്നേ തന്നെ അടുത്ത വർണ്ണം ഇവിടത്തേക്ക് എത്തും. ഓക്കെ, അത്ര സ്പീഡിൽ കറക്കുമ്പോൾ ഓക്കെ, അത് മായുന്നതിന് മുമ്പേ തന്നെ അടുത്തും വരും. അതുകൊണ്ട് അങ്ങനെ മുമ്പായി മറ്റു നിറങ്ങളിൽ നിന്നുള്ള പ്രകാശവും തുടർച്ചയായും പെട്ടെന്ന് നമ്മുടെ കണ്ണിലെത്തുന്നു. ഇവിടെ യെല്ലോ പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തിയിട്ട് ആ ദൃശ്യാനുഭവം മായുന്നതിന് മുന്നേ തന്നെ അടുത്ത ഗ്രീൻ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ കണ്ണിലെത്തുന്നു. വീക്ഷണ സ്ഥിരത എന്ന പ്രതിഭാസം മൂലം എല്ലാ നിറങ്ങളും ഒന്നിച്ചു കാണുന്ന പ്രതീതി ഉണ്ടാവുകയും ഡിസ്ക് ഏകദേശം വെള്ള നിറമായി തോന്നുകയും ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നും അത് എങ്ങനെ വെള്ള നിറത്തിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണിത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വീക്ഷണ സ്ഥിരത കാരണം. പക്ഷെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഏതെങ്കിലും നിറത്തിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ നിന്ന് മായുന്നതിന് മുൻപായി മറ്റു നിറങ്ങളിൽ നിന്നുള്ള പ്രകാശവും തുടർച്ചയായും പെട്ടെന്ന് നമ്മുടെ കണ്ണിലെത്തുന്നു. വീക്ഷണ സ്ഥിരത മൂലം എല്ലാ നിറങ്ങളും ഒന്നിച്ചു കാണുന്ന പ്രതീതി ഉണ്ടാവുകയും ഡിസ്ക് വെള്ള നിറമായി തോന്നുകയും ചെയ്യുന്നു. വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെടുത്തി ചുവടെ നൽകിയവയ്ക്ക് വിശദീകരണം നൽകൂ. വീക്ഷണ സ്ഥിരതയുടെ ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതിലൊരു ഉദാഹരണം തന്നെയാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. വേറെയോ, തീപ്പന്തമോ തീക്കൊള്ളിയോ വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ അഗ്നിവലയം കാണപ്പെടുന്നു. ഓക്കെ, പിന്നെ നമുക്കറിയാം LED ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിലെ LEDs യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് കത്തുന്നില്ല.
അത് വളരെ വേഗത്തിൽ കത്തുകയും കെടുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണിലുള്ള വീക്ഷണസ്ഥിരത വീക്ഷണസ്ഥിരത എന്ന പ്രതിഭാസം കാരണം നമുക്ക് LED ഡിസ്പ്ലേയിലെ LEDs തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതേപോലെ കൊടുത്താൽ മതി. തീപ്പന്തമോ തീക്കൊള്ളിയോ വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ ഒരു ബിന്ദുവിൽ നിന്നുള്ള ആ ഒരു പ്രകാശം നമ്മൾ കാണുന്നത്, ആ കാഴ്ചാനുഭവം അറിയുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ബിന്ദുവിലേക്ക് ആ തീപ്പന്തം എത്തുകയും ഇങ്ങനെ തുടർച്ചയായി അടുത്തടുത്ത ബിന്ദുക്കളിൽ വൃത്താകൃതിയിൽ തീപ്പന്തമോ അല്ലെങ്കിൽ തീക്കൊള്ളിയോ സഞ്ചരിക്കുന്ന മൂലം അതൊക്കെ ഈ വീക്ഷണസ്ഥിരത എന്ന പ്രതിഭാസം കാരണം അഗ്നിവലയം പോലെ കാണുന്നു. അങ്ങനെ നിങ്ങളുടേതായ ഒരു ഭാഷ എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെയോ LED ഡിസ്പ്ലേയിലെ LEDs തുടർച്ചയായി പ്രകാശിക്കുന്നതായി കാണുന്നു. എന്തുകൊണ്ട്? LEDs തുടർച്ചയായിട്ട് കെടുകയും കത്തുകയും വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്. അതിനാൽ വീക്ഷണസ്ഥിരത കാരണം ഇത് തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നതായി കാണുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.